നമസ്കാരം. ഗ്രീൻ മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. അപകടത്തിൽ പരിക്കേറ്റ മരപ്പണിക്കാരനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. ഓയൂർ പയ്യക്കോട്ട് 3 ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ പരവൂർ പൂതക്കുളം സ്വദേശിയായ അജിത്താണ് സന്മനസ്സുള്ളവരുടെ സഹായം തേടുന്നത്. ഓയൂർ കരിങ്ങന്നൂരിലെ തടിപ്പണി കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അജിത്ത്. ഭാര്യ അഖിലയും 2 വയസ്സുള്ള മകൾ അപ്സരയുമായി ചെങ്കുളത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ് അജിത്തും കുടുംബവും. 2 മാസം മുൻപായിരുന്നു സംഭവം. ബൈക്കുകൾ ഇടിച്ചതിന്റെ ആഘാതത്തിൽ ഓടയിൽ വീണ അജിത്തിന്റെ വലതുകാലിന്റെ കാൽപാദമടക്കം പൂർണ്ണമായും തകർന്നിരുന്നു. വലതുകാലിന്റെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. പരസഹായമില്ലാതെ കിടക്കയിൽ നിന്നും എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അജിത്ത് ഇപ്പോൾ. പ്രിയ മനുഷ്യസ്നേഹികളെ, ഇത് അജിത്ത്. അദ്ദേഹം പരവൂർ സ്വദേശിയാണ്. അദ്ദേഹം ഇവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഓയൂർ പയ്യക്കോട്ട് വെച്ച് ഒരു 3 ബൈക്കുകൾ തങ്ങളിൽ കൂട്ടിയിടിച്ചതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം ഓടയിൽ വീഴുകയും വളരെ കഷ്ടിച്ച് രക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പാദം അപ്പോൾ തന്നെ വിണ്ടുമാറുകയും അതുതന്നെ എല്ലിനൊക്കെ നല്ല പൊട്ടലുണ്ട്. അപ്പം ആ ഭാഗത്ത് ഉള്ള വെയിനും എല്ലൊക്കെ എടുത്ത് മാറ്റി വെറും കെട്ടി വെച്ചേക്കുകയാണ്. അത് ചലനശേഷിയില്ല ആ കാലിന്. അപ്പോൾ SP പോർട്ടൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവരൊരു 5 പൈസയുടെ നിവർത്തിയില്ല. കാരണം മരപ്പണിക്കാരനായിരുന്നു, കാർപ്പൻ്ററായിരുന്നു, ഒരു കുട്ടിയും ഭാര്യയുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് അറിയാം, ഒരു കുടുംബം നമുക്ക് വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. SP പോർട്ടൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് അവിടെ ഏകദേശം ഒരു 10-20 ലക്ഷം രൂപയുടെ ചിലവ് ഉണ്ടാവുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ സുമനസ്സുകൾ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പൊടിക്കുട്ടിയും ഭാര്യയും ഒക്കെ അവർക്കും അന്നം വാങ്ങിക്കാനും അതോടൊപ്പം തന്നെ മരുന്നിനുള്ള പൈസയും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സുമനസ്സുകൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും. ചേട്ടന് ആക്സിഡൻ്റായിട്ട് 3 മാസം ആകുന്നു. ഇപ്പോഴും വരെയും മരുന്ന് മേടിക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണ്. നാട്ടുകാരുടെ സഹായത്തിലൊക്കെയാണ് മരുന്ന് മേടിക്കുകയൊക്കെ ചെയ്തത്. ചേട്ടൻ ജോലിക്ക് പോയെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇനി എല്ലാവരും എന്നെ, എൻ്റെ കുഞ്ഞിനെ, ഭർത്താവിനെ സഹായിക്കണം. അജിത്തിന്റെ തുടർ ചികിത്സയ്ക്കായി വലിയൊരു തുക ആവശ്യമായി വരും. കാലിന് അത്യാവശ്യമായി ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അജിത്തിന് എഴുന്നേറ്റെങ്കിലും ഇരിക്കുവാൻ കഴിയുകയുള്ളൂ. കുഞ്ഞു മകളടക്കമുള്ള അജിത്ത് ഇന്ന് തീരാ ദുഃഖത്തിലാണ്. ചികിത്സയ്ക്കായി സുമനസ്സുകൾ സഹായിച്ചെങ്കിൽ മാത്രമേ അജിത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ കുടുംബത്തിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിലോ Google Pay നമ്പറിലോ സഹായമെത്തിക്കുക. ഗ്രീൻ മീഡിയ വിഷൻ ന്യൂസ് ഡെസ്ക്, കൊല്ലം.